വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകളായാണ് സർക്കാർ കാണുന്നത് എന്നാണ് പ്രധാന കുറ്റപ്പെടുത്തൽ. അതേസമയം ആറളം ഫാമിൽ കാട്ടാനകളെ തുരത്തുന്ന നടപടിക്കും തുടക്കമായി. വന്യമൃഗശല്യം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ MLA സണ്ണി ജോസഫ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മാർ ജോസഫ് പാംപ്ലാനിയുടെ രൂക്ഷ വിമർശനം. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. വനപാലകരുടെ ചുമതല വനസംരക്ഷണമാണ്. വനപാലകർ കർഷകരുടെ അടുക്കളയിൽ കയറി പരിശോധിക്കേണ്ടതില്ല. ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഇറച്ചിയുണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. അതേസമയം ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലുമായി തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യത്തിന് തുടക്കമായി. പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുരത്തുന്നത്. വനപാലകരുടെ 50 അംഗ സംഘത്തിനാണ് ചുമതല. 24 കണ്ണൂർ.